പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകളിൽ കെ.എൻ. ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ മൊഴി, ബാങ്ക് ഇടപാട് എന്നിവയാണ് ആനന്ദകുമാറിനെതിരായ പ്രധാന തെളിവുകൾ. ബി.ജെ.പി. നേതാവ് എ.എൻ. രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയുള്ള ക്രൈംബ്രാഞ്ചിന്റെ നടപടി അത് നമ്മൾ കണ്ടു. ട്രസ്റ്റിലേക്കാണ് പണം വന്നതെന്ന കെ.എൻ. ആനന്ദകുമാറിന്റെ വാദം. ഇതിനൊക്കെ ഇടയിൽ ഈ കൂടുതൽ കേസുകളിൽ ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം, കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള നീക്കം, എന്താണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നത് വിഷ്ണു? ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അത് മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 15-ലധികം കേസുകളിൽ പ്രതിയാണ് ആനന്ദകുമാർ. ആ കേസുകളിലും വരും ദിവസങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അനന്തകൃഷ്ണന്റെ മൊഴി, അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണനും ആനന്ദകുമാറും തമ്മിൽ നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട തെളിവുകളായി ആനന്ദകുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആനന്ദകുമാർ ആണോ എന്നൊരു അന്വേഷണമാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. അനന്തകൃഷ്ണൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിൽ ചില സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ സഹായം നൽകിയത് ആനന്ദകുമാറാണോ എന്നുള്ളതാണ് അന്വേഷണം നടക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എ.എൻ. രാധാകൃഷ്ണൻ, സയൻസ് സൊസൈറ്റിയുടെ അധ്യക്ഷനായ എ.എൻ. രാധാകൃഷ്ണന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. 42 കോടി രൂപയാണ് സയൻസ് സൊസൈറ്റിയും അനന്തകൃഷ്ണനും തമ്മിലുള്ള നടന്നിട്ടുള്ള ഇടപാടെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അത് ഏത് സാഹചര്യത്തിൽ നൽകി, അക്കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തുക എന്നതിന്റെ ലക്ഷ്യത്തിലാണ് എ.എൻ. രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തുക. അതൊരു സ്വാഭാവിക നടപടിയാണ്. ലാലി വിൻസെന്റ് അടക്കമുള്ള ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തും. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.